അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്തയെ വായിക്കുന്ന ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ഒരുപാട് കാലം പുതിയ കാലത്തെ സമസ്തയുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ വലിയ സംഘാടനപരമായിട്ടുള്ള ഭാഗധേയത്വം നിർവഹിക്കുന്ന ചിന്താപരമായ ഇടപെടലുകൾ നടത്തുന്ന ബഹുനേരായ മളിയക്കൽ ഉസ്താദാണ് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഉള്ളത്. ഇവിടെ സമസ്തയെപ്പറ്റി, പ്രവർത്തനങ്ങളെപ്പറ്റി, സമസ്തയുടെ ലക്ഷ്യങ്ങളെപ്പറ്റിയൊക്കെ ഉസ്താദ് അവറുകൾ നമ്മളോട് സംവദിക്കും. ഏറ്റവും പുതിയ കാലത്ത് സമസ്തയുടെ സംഘടനാ പ്രവർത്തനങ്ങൾ, സമസ്തയുടെ ഇടപെടലുകൾ വൻകരകൾ കടന്ന്, മനസ്സുകൾ കടന്ന്, ദേശങ്ങൾ കടന്ന് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ചയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു മനോഹരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് ബഹുനിരായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളുടെ കിതാബിന്റെ ദർസ്, സുഫ ദർസ്, നാട്ടു ദർസ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് മലയാളി കമ്മ്യൂണിറ്റികൾ എന്നതിൻ്റെ അപ്പുറത്തേക്ക് വ്യത്യസ്തമായിട്ടുള്ള അറബ്, യൂറോപ്പ് തുടങ്ങിയിട്ടുള്ള വിവിധ സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ള മനുഷ്യർക്കിടയിൽ കൂടി അത് ദർസായി നടക്കുന്നു എന്നത് ജർമ്മനിയിലെ കാഴ്ചയിലൂടെ നമ്മൾ കാണുകയാണ്. തീർച്ചയായും അതിമനോഹരമായിട്ടുള്ള ഒരു ആശയസഞ്ചാരം സമസ്ത നടത്തുന്നു എന്നു തന്നെ നമുക്ക് പറയാം. ചരിത്രത്തിൽ മഖ്ദൂമുമാരൊക്കെ നിർവഹിച്ച ഒരു ആഗോള ഇടപെടലുകളുടെ ഒരു വലിയ തുടർച്ചകൾ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധമായ ഇസ്ലാം ഒരു കാലത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ദേശത്തിന്റെയോ മാത്രം പ്രത്യയശാസ്ത്രമല്ലല്ലോ. എല്ലാ കാലത്തേക്കും എല്ലാ ദേശത്തേക്കും സഞ്ചരിക്കാൻ ശേഷിയുള്ള ഒരു മനോഹരമായ പ്രസ്ഥാനമാണ്. പുറത്തുനിന്നുള്ള വായനകൾക്ക് എത്രമേൽ പ്രസക്തിയുണ്ട് എന്ന് ചോദ്യമുണ്ടെങ്കിലും പ്രസിദ്ധനായ വെസ്റ്റേൺ ചരിത്രകാരൻ ടോയൽബി പറയുന്നത് ലോകത്തെ എല്ലാവിധ പ്രസ്ഥാനങ്ങളും ഓരോ ഘട്ടം കഴിയുമ്പോൾ അതിന് ശോഷണം സംഭവിക്കുകയും അതിന് നാശങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഇബ്നു ഖൽദൂൻ മുഖദ്ദിമയിൽ ഉന്നയിക്കുന്ന അസബിയത്തിന്റെ ചർച്ചകളിലൊക്കെ നമുക്കത് കാണാം. അവിടെ ടോയൽബി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇസ്ലാം ഒഴികെ എന്നതാണ്. ഇസ്ലാമിന്റെ ആശയപരമായി എല്ലാ മനുഷ്യരോടും സംവദിക്കാനുള്ള ഈ ഒരു ശേഷിയെ, എല്ലാത്തരം മനുഷ്യരെയും സംവദിക്കാനുള്ള ഈ ഒരു വൈജ്ഞാനിക ആഴത്തെ, അതുപോലെ ബഹുസ്വര സമീപനത്തെയൊക്കെ ഉസ്താദ് പറഞ്ഞു തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل رب زدني علما. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സ്നേഹമുള്ള മുതഅല്ലിമീങ്ങളെ, സഹപ്രവർത്തകരെ, സ്വയം നവീകരിക്കാനും നവീകരിച്ചുകൊണ്ടേയിരിക്കാനും കെൽപ്പുള്ള ഒരാശയ സംഹിതയാണ് പരിശുദ്ധ ഇസ്ലാം. അള്ളാഹുവിൻ്റെ വഹയ്യ് മുഖാന്തരം സ്ഥാപിക്കപ്പെടുന്ന ഇസ്ലാമിക സംഹിത വഹയ്യ് നിന്നതിന് ശേഷവും
നേരത്തെ സൂചിപ്പിച്ച പോലെ സ്വയം നവീകരിച്ച് കാലങ്ങളെ അതിജീവിച്ച് ഏത് കാലത്തെയും സംബോധന ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നതാണ് വഹയിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പരിശുദ്ധ ഖുർആൻ അമാനുഷികമാണ് എന്ന് നാം പറയാറുണ്ട്. ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ സ്രോതസ് വിശുദ്ധ ഹദീസുകൾ, സുന്നത്ത് എന്ന് നാം പറയുന്ന പ്രവാചക വാക്യങ്ങൾ. അത് നുബുവ്വത്തിൻ്റെ നാവ് കൊണ്ട്, പ്രവാചകത്വത്തിൻ്റെ വിശുദ്ധമായ നാവ് കൊണ്ട് വരുന്ന ആശയങ്ങളാണ്. വിശുദ്ധ ഖുർആനായാലും സുന്നത്തായാലും അതിന് അമാനുഷികമായ ഒരു സ്പർശമുണ്ട് എന്നാണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇസ്ലാമിൻ്റെ നിയമസംഹിത അമാനുഷിക സ്പർശമുള്ള പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും വരുന്നത് എന്ന നിലയിൽ തന്നെ അമാനുഷിക സ്പർശമുള്ള ആശയങ്ങളാണ്. അതുകൊണ്ട് മറ്റേതെങ്കിലും മനുഷ്യനിർമ്മിതമായ ആശയങ്ങളെപ്പോലെ കാലഹരണത്തെ ഭയപ്പെടേണ്ട ആശയങ്ങൾ ഇസ്ലാമിലില്ല. അത് ഏത് കാലത്തോടും സംവദിച്ചുകൊണ്ട് ഏത് കാലത്തോടും സമന്വയപ്പെട്ട് സ്വയം വളരുന്ന ആശയങ്ങളാണ് ഇസ്ലാമിൽ ഉള്ളത്. സ്വയം നവീകരിക്കുന്ന ആശയങ്ങളാണ്. ഖുർആനിനെ സംബന്ധിച്ച് അതിൽപ്പെട്ട ഏതെങ്കിലും ഒരാശയം കാലഹരണപ്പെട്ടു എന്ന വിമർശനം ഇന്ന് വരെ ഉയർന്നിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഏത് കാലത്തോടും സംബോധന ചെയ്യാനുള്ള, ഏതു കാലത്തെയും അതിജയിക്കാനുള്ള ആശയപരമായ ഉള്ളടക്കവും വളർച്ചയും പരിശുദ്ധ ഖുർആനിൽ ഉൾച്ചേർന്നിരിക്കുന്നു എന്നതാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് അധിനിവേശങ്ങൾ, ദുർവ്യാഖ്യാനങ്ങൾ, അതേപോലെ പരിശുദ്ധ ഖുർആനിൻ്റെ മുമ്പുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ, തൗറാത്ത്, ഇഞ്ചീല്, ഇന്ന് ബൈബിള്, തോറ എന്നൊക്കെ പേരിൽ നാം അറിയപ്പെടുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ, അതൊക്കെ കൈക്കടത്തലുകൾക്ക് വിധേയമാകാൻ കാരണം അത് കാലത്തോട് സംവദിച്ചില്ല എന്നതാണ്. കാലത്തോട് സംവദിക്കാത്ത ഗ്രന്ഥങ്ങളെ കാലത്തോട് ചേർത്തി നിർത്തുന്നതിന് വേണ്ടി പുരോഹിതന്മാർ ചില വ്യാഖ്യാനങ്ങളും കൈക്കടത്തലുകളുമൊക്കെ നടത്താൻ നിർബന്ധിതരായി. അതേസമയം പരിശുദ്ധ ഖുർആൻ ഇത്തരം വെല്ലുവിളികളെ ദുർവ്യാഖ്യാനിക്കുക, അല്ലെങ്കിൽ മാറ്റിമറിക്കുക, കൈക്കടത്തലുകൾക്ക് വിധേയപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഒരിക്കലും സംഭവിക്കുകയില്ല. അപ്പോൾ ഖുർആനിൽ നിന്നും അതേപോലെ സുന്നത്തിൽ നിന്നുമാണ് ഇസ്ലാമിൻ്റെ ആശയങ്ങൾ വരുന്നത് എന്നതുകൊണ്ട് അത് എല്ലാ കാലത്തെയും, എല്ലാ ദേശങ്ങളെയും, എല്ലാ മനുഷ്യ വിഭാഗങ്ങളെയും ഒരുപോലെ സംബോധന ചെയ്യാൻ കരുത്തുറ്റ ആശയങ്ങളായി അന്ത്യനാൾ വരെ നിലനിൽക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആ വാക്കിൽ നിന്ന് തന്നെ ഇതൊരു ഉലമാക്കളുടെ സംഘടനയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. എന്നാൽ ആ ഉലമാക്കളുടെ സംഘടന, അതിൻ്റെ പ്രയോഗത്തിന്റെ വലുപ്പം, അത് എല്ലാത്തരം മനുഷ്യരെയും സ്പർശിക്കുന്ന, എല്ലാ മനുഷ്യരോടും സംവദിക്കാൻ ശേഷിയുള്ളതാണ്. അതിനാവശ്യമായ രീതിയിൽ ഓരോ കാലഘട്ടത്തിലും എല്ലാ മനുഷ്യർക്കും ആവശ്യമായ രീതിയിൽ ക്രമീകരിക്കാൻ, ആവശ്യമുള്ളതിന് നൽകാൻ സമസ്തക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ മദ്രസ പ്രസ്ഥാനം, അടിസ്ഥാന തലത്തിലുള്ള വിദ്യാഭ്യാസം മുതൽ അതിനെ ജാമിയത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന വലിയൊരു വലുപ്പത്തിലേക്ക് അതിനെ എത്തിക്കുന്നു. അതോടൊപ്പം തന്നെയുള്ള ആ തരത്തിലുള്ള വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നു. അതേപ്രകാരം യുവാക്കൾക്ക് വേണ്ടി സംഘടന ഒരു കാലഘട്ടത്തിൽ ഉലമാഇന്റെ കാർമ്മികത്വത്തിൽ രൂപപ്പെടുന്നു. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു സംഘടന രൂപപ്പെടുന്നു. അതേപ്രകാരം പ്രൊഫഷണലുകൾക്ക് വേണ്ടി സമൂഹത്തിന്റെ എല്ലാ തലത്തിലുള്ള ആളുകൾക്കും ഏത് കാലത്താണോ അവരുടെ സംഘാടനം പ്രാധാന്യം അർഹിക്കുന്നത് ആ കാലഘട്ടങ്ങളിൽ അത് നടക്കുകയും സമൂഹത്തിന്റെ എല്ലാ വിഷയങ്ങളിലും കൃത്യമായി പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു അർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഒരു വലുപ്പം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സഞ്ചാരത്തെ കുറിച്ച് നമുക്കൊന്ന് പറയാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ
ചരിത്രത്തിൽ പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ട ഒരു പ്രസ്ഥാനം അല്ല. കേരളത്തിൽ തുടർന്നു വരുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ, നവോത്ഥാന പ്രവർത്തനങ്ങളുടെ, പണ്ഡിതന്മാരുടെ അതത് സന്ദർഭങ്ങളിലുള്ള ഇടപെടലുകളുടെ തുടർച്ചയിൽ സംഭവിച്ചിട്ടുള്ള ഒന്നാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത എന്ന പണ്ഡിത പ്രസ്ഥാനം ചരിത്രത്തിന്റെ ഒരു തുടർച്ചയാണ് എന്ന് നാം അടിവരയിട്ട് പ്രാധാന്യത്തോടെ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഏതോ ഒരു ശക്തിയുടെ പ്രതിരോധത്തിന് വേണ്ടി പെട്ടെന്നുണ്ടായ ഒരാലോചനയിൽ നിന്ന് ഉടലെടുത്ത ഒരു സംഘടനയുടെ പേരല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത്. കേരളത്തിൽ നാം പറയുകയാണെങ്കിൽ സൈനുദ്ദീൻ മഖ്ദൂമിൻ തങ്ങളുടെ കാലം തൊട്ട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. സ്വഹാബത്തിന്റെ കാലം തൊട്ട് ഇസ്ലാം വന്നതും ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടതും അതെല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കാലം തൊട്ട് ഒരു വൈജ്ഞാനിക നവോത്ഥാനം കേരളത്തിൽ ആരംഭിക്കുന്നുണ്ട്. പൊന്നാനി കേന്ദ്രീകരിച്ച് പൊന്നാനിയെ രണ്ടാമത്തെ മെക്ക എന്ന പേരിൽ അറിയപ്പെടുമാർ വൈജ്ഞാനികമായ ഉള്ളടക്കം കൊണ്ട് ലോകപ്രശസ്തമായ നഗരമാക്കി പൊന്നാനിയെ മാറ്റിയത് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണ്. അപ്പോൾ പൊന്നാനിയും കോഴിക്കോടും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഖാദി മുഹമ്മദ്, കോഴിക്കോട് ഖാദിമാർ, അവരുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള ഒരു വൈജ്ഞാനിക മുന്നേറ്റം, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ അല്ലെങ്കിൽ മഖ്ദൂം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു വൈജ്ഞാനിക മുന്നേറ്റം, ഈ രണ്ട് താവഴികളിൽ നടന്നിട്ടുള്ള വൈജ്ഞാനിക മുന്നേറ്റത്തിന്റെ തുടർച്ച ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തിട്ടുള്ളത്. ഒന്നാം ഘട്ടത്തിൽ 1926-ഉം 26-ന്റെ മുമ്പും അതിന് തൊട്ട് ശേഷവുമുള്ള വർഷങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ കേരളത്തിൽ മതവിദ്യാഭ്യാസത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നിരുന്നു. നമ്മുടെ സാഹിത്യങ്ങളും പ്രത്യേകിച്ചും പോരാട്ട സാഹിത്യങ്ങളും വൈജ്ഞാനിക സാഹിത്യങ്ങളും കവിതയും നോവലും സർഗസാഹിത്യങ്ങളും ഉൾപ്പെടെ എല്ലാം അന്ന് രചിക്കപ്പെട്ടിരുന്നത് അറബി മലയാളത്തിലായിരുന്നു എന്ന് നമുക്കറിയാം. കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഒരിക്കലും നിരക്ഷരരായി അല്ലെങ്കിൽ വൈജ്ഞാനിക ലോകത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭവും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. മലയാളം ഉണ്ടാകുന്നതിന് മുമ്പ്, മലയാളത്തിൽ നമ്മുടെ സാഹിത്യങ്ങളും രചനകളും വരുന്നതിന് മുമ്പ് സാഹിത്യങ്ങളിലേക്കും വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിലേക്കും മുസ്ലിമീങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അറബി മലയാളം വരുന്നതിന് മുമ്പ് പട്ടെഴുത്ത്, കോലെഴുത്ത് തുടങ്ങിയുള്ള ചില പ്രാചീന ലിപികൾ, അത് അന്നും കേരളത്തിൽ പ്രചാരത്തിൽ ഇല്ലാത്ത ആ ലിപികളിൽ ഡിക്ഷണറി വരെ ഉണ്ടാക്കിയവരാണ് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ. കോലെഴുത്ത്, വട്ടെഴുത്ത് തുടങ്ങിയുള്ള ആ ലിപിയും ഭാഷയും മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അതിൽ ഡിക്ഷണറി, അതിന്റെ പ്രയോഗങ്ങളും സാങ്കേതിക വിശദീകരണങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടി വിശദീകരണ ഗ്രന്ഥങ്ങൾ വരെ രചിച്ചവരാണ് കേരളത്തിലെ പണ്ഡിതന്മാർ. അതിനുശേഷം പിന്നീട് അറബി മലയാളം വന്നു. അറബി മലയാളം വാസ്തവത്തിൽ ഒരു അറബി ലിപി മാത്രമായിരുന്നില്ല, അത് എല്ലാം തികഞ്ഞ ലക്ഷണമൊത്ത ഒരു ഭാഷയായിരുന്നു. അറബി മലയാളം എന്നത് ഒരു ഭാഷയാണ്. ഒരു ഭാഷക്ക് എന്തെല്ലാം വേണമോ അതെല്ലാം അറബി മലയാളം ഭാഷക്കുണ്ടായിരുന്നു. ഡിക്ഷണറി ഉണ്ടായിരുന്നു, അതേപോലെ സാഹിത്യ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു, സർഗസാഹിത്യങ്ങൾ ഉണ്ടായിരുന്നു, കവിതാ സമാഹാരങ്ങൾ ഉണ്ടായിരുന്നു, മാലപ്പാട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒട്ടനവധി രചനകൾ അന്ന് കേരളത്തിൽ അറബി മലയാളത്തിൽ രചിക്കപ്പെട്ടിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതും ബ്രിട്ടീഷുകാരെ അലോസരപ്പെടുത്തിയതും പോരാട്ട സാഹിത്യങ്ങളായിരുന്നു. വലിയ വലിയ പണ്ഡിതന്മാർ, സൈനുദ്ദീൻ മഖ്ദൂം ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ അറബിയിലും അറബി മലയാളത്തിലും രചിച്ചിട്ടുള്ള പോരാട്ട സാഹിത്യങ്ങൾ, പടപ്പാട്ടുകൾ എന്നാണ് അന്ന് അത് അറിയപ്പെട്ടിരുന്നത്. ഈ പടപ്പാട്ടുകളിലൂടെ മുസ്ലിം ജനസാമാന്യത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധത വേരൂന്നുന്നുവെന്നും
ഈ സാഹിത്യങ്ങൾ തുടർന്നാൽ ബ്രിട്ടീഷുകാരുടെ ഭരണം അധിനിവേശ ശക്തികൾക്ക് പൊറുതിയോടെ ഭരിക്കാൻ സാധിക്കുകയില്ലെന്നും മനസ്സിലാക്കിയ ആളുകൾ കേരളത്തിൽ അറബി മലയാളം ഭാഷ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനകൾ നടത്തി. ആ ഗൂഢാലോചന നടത്തി കേരളത്തിലെ വഹാബി പ്രസ്ഥാനം അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനം എന്നൊക്കെ പേരിൽ ഇന്നറിയപ്പെടുന്ന സലഫി ധാരയിലുള്ള മൗലവിമാർ, CN അഹമ്മദ് മൗലവി, അതേപോലെ പുളിക്കൽ മുഹമ്മദ് മൗലവി, ഇവരെയൊക്കെ കൂലിക്കെടുത്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാര് അറബി മലയാള ഭാഷ തകർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയത്. ആ ചരിത്രം വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ചരിത്രമാണ്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അറബി മലയാളം ഭാഷയിൽ നാട് കടത്തപ്പെട്ടതും കൊള്ളയടിക്കപ്പെട്ടതും അതേസമയം ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നതുമായ ആയിരക്കണക്കിന് സാഹിത്യങ്ങൾ ബ്രിട്ടീഷുകാർ അവരുടെ ലൈബ്രറിയിലേക്ക് കൊള്ളയടിച്ച് കൊണ്ടുപോയ ധാരാളം സാഹിത്യങ്ങൾക്ക് പുറമെ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ഒട്ടേറെ സാഹിത്യങ്ങൾ, ഈ സാഹിത്യങ്ങൾ മുസ്ലിം സമുദായം വായിക്കുന്നതും മനസ്സിലാക്കുന്നതും അറബി മലയാളം പഠിക്കുന്നത് കൊണ്ടാണ്. അറബി മലയാളം ഇല്ലാതെ, അറബി മലയാളം ഒരു പ്രാകൃത ഭാഷയാണെന്നും അത് പഠിക്കുന്നവര് പുരോഗമനത്തിനും വളർച്ചക്കും എതിരാണെന്നുമുള്ള ഒരു നരേഷൻ വളർത്തിയെടുത്ത് അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് വളർന്നു വരുന്ന മുസ്ലിം സമുദായത്തെ മെല്ലെ മെല്ലെ മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ പതുക്കെ മാറ്റിയെടുത്ത് അറബി മലയാളത്തോടുള്ള ഒരു പുച്ഛ മനോഭാവം അല്ലെങ്കിൽ അതൊരു രണ്ടാം തരം ഭാഷയാണ് എന്ന ഒരു മനോഭാവം മുസ്ലിം സമുദായത്തിൽ വളർത്തിയെടുത്ത് മലയാളത്തിലേക്ക് നമ്മുടെ മതപഠനത്തെ പോലും മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള ഒരു ശ്രമം കേരളത്തിൽ സലഫി ധാരയിലുള്ള മൗലവിമാരും ബ്രിട്ടീഷ് ഭരണാധികാരികളും ചേർന്ന് നടത്തിയതിന്റെ ചരിത്രം, അതിന്റെ ദയനീയമായ പരാജയത്തിന്റെ ചരിത്രം CN അഹമ്മദ് മൗലവിയും അതേപോലെ അബ്ദുൽ കരീമും ചേർന്ന് എഴുതിയ മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം എന്ന പുസ്തകത്തിൽ വിശദമായി ഒരു കുറ്റസമ്മതത്തോടെ CN അഹമ്മദ് മൗലവി അത് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഇത്ര പറഞ്ഞു വെക്കുന്നുണ്ട്: ഞങ്ങളുടെ അന്നത്തെ ശ്രമം വിജയിച്ചിരുന്നെങ്കിൽ മുസ്ലിം സമുദായം ഒരുപക്ഷെ ഇരുട്ടിലേക്ക് തള്ളപ്പെടുമായിരുന്നു എന്ന് വരെ അദ്ദേഹം പറയുന്നുണ്ട്. ഏതായിരുന്നാലും അങ്ങനെ അറബി മലയാളത്തെ കൊല്ലാനുള്ള ഒരു ശ്രമത്തെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒന്നാം ഘട്ടത്തിൽ ചെറുത്ത് തോൽപ്പിച്ചത്. ആ ചെറുത്തുനിൽപ്പ് വിജയിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ SSFന്റെ സാഹിത്യോത്സവിൽ നാം മത്സര ഇനങ്ങളായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടുകൾ, പടപ്പാട്ടുകൾ, ബദർഗിസപ്പാട്ടാവട്ടെ, മറ്റു പടപ്പാട്ടുകളാവട്ടെ, അതേപോലെ അനേകം മാപ്പിള കവികൾ, മോയിൻകുട്ടി വൈദ്യർ എന്നത് നമ്മുടെ നാവിൽ ആദ്യം വരുന്ന ഒരു പേരാണെങ്കിലും ധാരാളം മാപ്പിള കവികൾ, ആ മാപ്പിള കവികളുടെ ഈ പറയുന്ന മാപ്പിളപ്പാട്ടുകൾ, അവരുടെ സാഹിത്യങ്ങൾ, അതേപോലെ നമ്മുടെ മുഹിയുദ്ദീൻ മാല, നമ്മളിപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മുഹിയുദ്ദീൻ മാല, അതേപോലെ നഫീസത്ത് മാല, ഇത്തരം സാഹിത്യങ്ങളൊന്നും വളരുന്ന തലമുറക്ക്, ഇന്നത്തെ SSFകാർ എന്ന് പറയാം, SSFിലെ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് വായിക്കാൻ പോലും സാധിക്കാത്ത വിധം മുസ്ലിം സമുദായത്തിന്റെ വൈജ്ഞാനികമായ മുരടിപ്പ് ഉറപ്പുവരുത്തുന്ന ആസൂത്രണമാണ് അന്ന് ബ്രിട്ടീഷുകാരും അതേപോലെ സലഫി ധാരയിലുള്ള മൗലവിമാരും ചേർന്ന് നടത്തിയത്. ആ ചരിത്രം വളരെ ഞെട്ടിക്കുന്ന ചരിത്രമാണ്, നമ്മൾ വേറെ പറയണം. ഏതായിരുന്നാലും ആ പരിശ്രമങ്ങളെ പ്രതിരോധിക്കുന്നതിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിജയിച്ചു. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ മാപ്പിളപ്പാട്ടിൽ മത്സരം നടക്കുന്നത്, മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടുകൾ നമുക്ക് പാടാൻ കഴിയുന്നത്, അതേപോലെ മുഹിയുദ്ദീൻ മാല പാടാൻ കഴിയുന്നത്, നഫീസത്ത് മാല പാടാൻ കഴിയുന്നത്. അങ്ങനെ മാപ്പിള സാഹിത്യങ്ങളൊക്കെ അറബി മലയാളത്തിലുള്ള അനേകം വൈജ്ഞാനിക കവിതകളും സാഹിത്യങ്ങളും ഒക്കെ നമുക്ക് വായിക്കാനും അത് വെച്ച് മത്സരിക്കാനും എല്ലാം സാധിക്കുന്നത് അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തിയ ഒരു പ്രതിരോധ പ്രവർത്തനം കൊണ്ടാണ്. അപ്പൊ ഒന്നാം ഘട്ടത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ രംഗത്ത് ചെയ്തത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിലവിലുണ്ടായിരുന്ന വൈജ്ഞാനിക സാഹിത്യങ്ങളെ സംരക്ഷിച്ചു. രണ്ടാമത്തത്, ഭാവിയിൽ ആ വൈജ്ഞാനിക സാഹിത്യങ്ങൾ വായിക്കാനും മനസ്സിലാക്കാനും ഒരുപക്ഷെ ആ രൂപത്തിൽ തന്നെ രചന നടത്താനും സാധിക്കുന്ന ഒരു തലമുറയെ ഇന്ന് വരെ
ഇന്ന് വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് പരിരക്ഷിച്ചു വന്നു. കാലം എത്രമാത്രം പുരോഗതിപ്പെട്ടിട്ടും ഇങ്ങനെയൊക്കെ വളർന്നിട്ടും നമ്മുടെ അറബി മലയാളം ഇപ്പോഴും നമ്മുടെ പഠന ഭാഷയാണ്. നമ്മുടെ മദ്രസയിൽ ഇപ്പോഴും അത് പാഠ്യവിഷയമാണ്. അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം സാധിക്കുന്നു. ഒരു വലിയ വൈജ്ഞാനിക സമ്പത്തിനെ സംരക്ഷിക്കാൻ, ഒരു വലിയ ചരിത്ര പാരമ്പര്യത്തെ അല്ലെങ്കിൽ സാഹിത്യ പാരമ്പര്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നു. ആ ഭാഷ അന്നെങ്ങാനും വേരറ്റ് പോയിരുന്നെങ്കിൽ ഒരു വലിയ വൈജ്ഞാനിക സമ്പത്ത് നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു, ഒരു സാഹിത്യ സമ്പത്ത് നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു എന്ന് ഒന്നാമതായി ഇത് സംബന്ധിച്ച് നാം മനസ്സിലാക്കണം. പിന്നെ അതിനുശേഷം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ഭരണഘടനയിൽ നിർദ്ദേശിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രവേശിച്ചു. വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ജാമിയത്തുൽ ഹിന്ദ് മാത്രമല്ല, ജാമിയത്തുൽ ഹിന്ദ് ഇവിടെ സൂചിപ്പിച്ചു, ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന രൂപത്തിൽ അതിനെ വികസിപ്പിച്ചെടുത്തു. ദഅവാ കോളേജുകൾ, ദർസുകൾ, മറ്റ് സ്ഥാപനങ്ങൾ അതെല്ലാം വളർന്നു. അതിന്റെ പുറമെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇപ്പോ നമുക്കറിയാം ഒരു സക്കാഫി, പഴയ കാലങ്ങളിൽ നമ്മുടെ മർക്കസിൽ നിന്ന് പഠിക്കുന്ന ഒരു സക്കാഫിയായി പുറത്തിറങ്ങും. സഅദിയയിൽ നിന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സഅദിയായി പുറത്തിറങ്ങും. അതേപോലെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് അവരുടേതായ മതബിരുദവുമായി പുറത്തിറങ്ങും. എന്നാൽ ഇന്ന് ഒരു സക്കാഫി പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഡോക്ടറുടെ കോട്ട് ധരിക്കാം, അദ്ദേഹത്തിന് വേണമെങ്കിൽ വക്കീലിന്റെ കോട്ട് ധരിക്കാം, അദ്ദേഹത്തിന് വേണമെങ്കിൽ എഞ്ചിനീയറുടെ കോട്ട് ധരിക്കാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സക്കാഫി കോട്ടിന് പുറമെ വ്യത്യസ്തങ്ങളായ കോട്ടുകൾ ധരിച്ചുകൊണ്ട് സക്കാഫികൾക്കും സഅദികൾക്കും മറ്റു ബിരുദധാരികൾക്കും പുറത്തിറങ്ങാൻ പറ്റുന്ന രൂപത്തിലേക്ക് സമസ്ത അതിന്റെ വൈജ്ഞാനിക ലോകം വികസിപ്പിച്ചിരിക്കുന്നു. ഒരു അടിത്തറ, വൈജ്ഞാനിക ലോകത്ത് ഒരു അടിത്തറ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പോകേണ്ടതുണ്ട്, വളരെയധികം മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് ഇന്നും നമുക്ക് മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഡോക്ടർ, എഞ്ചിനീയർ അല്ലെങ്കിൽ വക്കീല്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ മാത്രം നമ്മുടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഇപ്പോ ഒതുങ്ങി നിൽക്കുന്നു എന്ന ആത്മവിമർശനം നമ്മുടെ മനസ്സിലുണ്ട്. അത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇനിയും പ്രൊഫഷണൽ മേഖല, പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗം, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ വിവിധങ്ങളായ വിധാനങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇപ്പോൾ ആ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഏറ്റവും അടുത്ത് സമസ്തയുടെ ഒരു പുതിയ പ്രസ്താവന കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് രംഗത്ത് വന്നത്, പ്രസിദ്ധീകരിക്കപ്പെട്ടത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സർവകലാശാല ഏറ്റെടുത്ത് നടത്തുന്നു എന്നതാണ്. അപ്പോ കേരളത്തില് ഈ സ്വകാര്യ മേഖലയിൽ സർവകലാശാല അനുവദിക്കുന്നു, സ്വകാര്യ മേഖലയിൽ സർവകലാശാലകൾക്ക് അനുവാദം കൊടുക്കുന്നു എന്ന് കഴിഞ്ഞ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഉടനെ ഒട്ടും സമയം പാഴാക്കാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന് അപേക്ഷ സമർപ്പിക്കുകയും അങ്ങനെ ഞങ്ങൾ സമസ്തയുടെ നേതൃത്വത്തിൽ സർവകലാശാല സ്ഥാപിക്കും എന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഒട്ടും ഒരു നിമിഷവും പാഴാക്കാതെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ലഭിക്കുന്ന ഏത് സന്ദർഭവും ഏറ്റവും ആദ്യം ഉപയോഗപ്പെടുത്തുന്ന ഒരു പണ്ഡിത പ്രസ്ഥാനമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാറിയിരിക്കുന്നു. അപ്പൊ ജാമിയത്തുൽ ഹിന്ദ് മാത്രമല്ല, ജാമിയത്തുൽ ഹിന്ദ് ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ്. ഇനി ആ ജാമിയത്തുൽ ഹിന്ദിനെ പോലെ അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ ഭൗതിക സർവകലാശാലകൾ, അക്കാഡമിക് രംഗത്തുള്ള സർവകലാശാലകൾക്ക് തന്നെ ഉലമാക്കൾ നേതൃത്വം നൽകുന്ന കാലം അതിവിദൂരമല്ല. ഗവൺമെന്റ് എത്ര വേഗത്തിൽ അതിന് അനുവാദവും സൗകര്യവും ഒരുക്കുന്നുവോ അത്രയും വേഗത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സർവകലാശാല വരെ ഏറ്റെടുത്ത് നടത്താനുള്ള തീരുമാനങ്ങളും പരിപാടികളുമുണ്ട്. ഞാൻ പറയുന്നത് തുടക്കം മുതൽക്ക് തന്നെ വൈജ്ഞാനിക രംഗത്ത് ശ്രദ്ധിക്കുകയും അത് ഘട്ടം ഘട്ടമായി മതവിദ്യാഭ്യാസ രംഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ സക്കാഫിയെ വക്കീലാക്കുന്ന, സക്കാഫിയെ ഡോക്ടറാക്കുന്ന, സക്കാഫിയെ എഞ്ചിനീയർ ആക്കുന്ന, സക്കാഫി എന്ന് ഞാൻ പറയുന്നത് ഒരു ഉദാഹരണം മാത്രമാണ്. ഏത് മതപണ്ഡിതനെയും ഏത്
വിദ്യാഭ്യാസ രംഗത്തേക്കും കൈപിടിച്ചുയർത്താവുന്ന രൂപത്തിലേക്ക് സമസ്ത ചിന്തിച്ചിരിക്കുന്നു, സമസ്ത വളർന്നിരിക്കുന്നു, സമസ്ത അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം നമുക്ക് പ്രത്യേകിച്ചും വളർന്നു വരുന്ന SSF-ന്റെയും അതേപോലെ നമ്മുടെ ചെറിയ SBS ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ കുട്ടികൾക്കും പ്രതീക്ഷാ നിർഭരമായ കാര്യമാണ്. സമുദായത്തിന്റെ മുമ്പിൽ, ഉമ്മത്തിന്റെ മുമ്പിൽ ഒരു വലിയ പ്രതീക്ഷയായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലകൊള്ളുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം. ഉസ്താദ് വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ആശയ വലുപ്പം, അതിന്റെ പ്രയോഗത്തിന്റെ പുതിയ വഴികളൊക്കെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. നമ്മുടെ വിദ്യാർത്ഥികൾ മത വിദ്യാഭ്യാസത്തോടുകൂടെ തന്നെ ഭൗതികമായ പ്രൊഫഷനെ കൂടി അതിൻ്റെതായ വലുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ളവരായി മാറുന്ന ഒരു വിപ്ലവം, അതതിൻ്റെ ഫുൾ ബ്രൈറ്റിലേക്കും ഡാഡ് സ്കോളർഷിപ്പിലേക്കും ഒക്കെ അമേരിക്കയിലും അതുപോലെ ജർമ്മനിയിലും ലോകത്തിന്റെ വിവിധ സർവകലാശാലകളിൽ ഇസ്ലാമിനെ പറ്റി ആധികാരികമായി പഠിക്കാൻ ആധികാരികമായ ഗുരുവര്യന്മാരിൽ നിന്ന് സഞ്ചരിച്ച വിദ്യാർത്ഥികൾ തന്നെ എത്തുന്ന ഒരു വിപ്ലവത്തിന്റെ വഴിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. തീർച്ചയായും എല്ലാതരം വൈജ്ഞാനിക പ്രവർത്തനങ്ങളുടെയും ഇടപെടൽ സമസ്തയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സമൂഹത്തോട് സമസ്ത സംവദിക്കുന്ന ഒരു രീതി ഫത്വകളിലൂടെ അതുപോലെ സമ്മേളനങ്ങളിലൂടെയൊക്കെ സമൂഹത്തിൽ തന്നെ ഒരു മതിൽ കെട്ടുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. വിദേഹത്തിൽ നിന്ന്, മതരാഷ്ട്രവാദത്തിൽ നിന്ന്, അതുപോലെയുള്ള സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്നൊക്കെ, സമൂഹത്തിലുണ്ടാകുന്ന അനാചാരങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാത്തിൽ നിന്നും വലിയ മതിൽ കെട്ടി ഈ സമുദായത്തെ, സമൂഹത്തെ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ നമുക്ക് അറബി മലയാളം നമുക്ക് നഷ്ടപ്പെട്ടില്ല. 10,000-കണക്കിന് ഗ്രന്ഥങ്ങളുള്ള മെഡിക്കൽ വൈദ്യശാസ്ത്രത്തിൽ പോലും സാധാരണ മനുഷ്യനോട് വൈദ്യശാസ്ത്ര വിവരങ്ങൾ സംവദിക്കുന്ന വിഷയങ്ങൾ പോലും ആ അർത്ഥത്തിൽ സമഗ്രതയുള്ള ഒരു വൈജ്ഞാനിക ശാഖയെ വിദഗ്ധക്കാർ ഇവിടെ തടയാൻ ശ്രമിച്ചപ്പോൾ അതിനെ നമുക്ക് സ്വതന്ത്രമായി ഇവിടേക്ക് പകർന്നു നൽകിയ ഉലമാക്കൾ, അതുപോലെ എല്ലാ വിഷയത്തിലും അത് എല്ലാ തരത്തിലും നമ്മളെ അപകടങ്ങളിൽ നിന്ന് പ്രതിരോധിച്ചു എന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെയാണ് മതരാഷ്ട്രവാദങ്ങളിൽ നിന്ന്, തീവ്രവാദങ്ങളിൽ നിന്ന്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിച്ച ഇടപെടലുകൾ. നമുക്ക് പറയാം, ഓക്കെ ഉസ്താദിനോട് ചില ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ടല്ലോ പാകിസ്ഥാനിൽ പോകുന്നതിനെ പറ്റി. അപ്പോൾ ഉസ്താദ് ഇന്ത്യയുടെ മനോഹാരിത പറയുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ വളരെ സർഗാത്മകമായി നിങ്ങൾ പോയി വാഴ വെച്ചോളൂ എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ വലിയ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു ബാബരി മസ്ജിദിന്റെ തകർച്ച എന്ന് പറയുന്നത്. അതിനെ തുടർന്ന് റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കണമെന്ന ചില ആഹ്വാനങ്ങൾ, ചില കൂടുതൽ ചിന്തകളില്ലാത്ത ഇടപെടലിലൂടെ ഉണ്ടാവുകയും അതിനോട് സുൽത്താനുൽ ഉസ്താദ് സമസ്തയുടെ അഡ്രസ്സിൽ അതിശക്തമായി പറ്റില്ല, ഈ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനം അത് നമ്മുടേതാണ്, അത് ആഘോഷിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തെ ഏറ്റവും മികച്ച ബോധ്യത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോയും അതുകൊണ്ട് തന്നെ പുതിയ കാലത്തുണ്ടാകുന്ന, ലോകതലത്തിലുണ്ടാകുന്ന ഏത് തരത്തിലുള്ള വികല ചിന്തകളിലേക്കും ഈ ഒരു സമൂഹം പോകാതെ സുരക്ഷിതരായി നിൽക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് സമസ്തയുടെ നിലപാടുകളിലെ മനോഹാരിതയും സൂക്ഷ്മതയും വലിയ പ്രസക്തിയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ അതിനെ കുറിച്ച് പറയും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിർവഹിച്ച ധാരാളം ദൗത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ദൗത്യങ്ങൾ, ഒന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിനും ആദർശത്തിനും ഈ പണ്ഡിത സംഘടന കാവലൊരുക്കി എന്നതാണ്. അധിനിവേശങ്ങളിൽ നിന്നും നമ്മുടെ വിശ്വാസങ്ങളെ, നാനാതരത്തിലുള്ള അധിനിവേശങ്ങൾ, അത് വിശദീകരിച്ച് പറയാൻ നമുക്ക് സമയപരിമിതിയുണ്ട്. വ്യത്യസ്തങ്ങളായ അധിനിവേശങ്ങൾ മതത്തിന്റെ അല്ലെങ്കിൽ സമുദായത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നുള്ള സഹായത്തോടെയും നടന്നിട്ടുള്ള ധാരാളം അധിനിവേശങ്ങൾ. ഒരുപക്ഷെ കേരളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭാവത്തിൽ ഇന്നത്തെ ഫലസ്തീൻ പോലെ ആയി മാറുമായിരുന്നു. ഫലസ്തീനിൽ സംഭവിച്ചത് വാസ്തവത്തിൽ അധിനിവേശങ്ങളുടെ വിജയമാണ്. സാംസ്കാരികവും രാഷ്ട്രീയവുമായ അധിനിവേശങ്ങൾ വളരെ ഫലപ്രദമായി നടന്ന പ്രദേശമാണ് ഫലസ്തീൻ. സാംസ്കാരികമായ അധിനിവേശം നടന്നു. ഇസ്ലാമിന്റെ കൾച്ചർ,
ഘട്ടം ഘട്ടമായി തകർക്കുന്നതിൽ ശത്രുക്കൾ വിജയിച്ചു. സാംസ്കാരികമായ അധിനിവേശം പൂർണ്ണമായപ്പോൾ ഫലസ്തീനിൽ പിന്നീട് രാഷ്ട്രീയമായ അധിനിവേശം നടന്നു. ഏതൊരു സമുദായത്തെയും തകർക്കുന്നതിൽ ഒന്നാം ഘട്ടത്തിൽ ശത്രുക്കൾ പ്രയോഗിക്കുന്ന മാർഗം സാംസ്കാരികമായ അധിനിവേശമാണ്. ആ സാംസ്കാരിക അധിനിവേശം ചില ടൂളുകളെ ഉപയോഗപ്പെടുത്തി സാമ്രാജ്യത്വ ശക്തികൾ കേരളത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ നടത്താൻ ശ്രമിച്ചപ്പോൾ അവരുടെ തനത് വിശ്വാസം അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഖാലി മുഹമ്മദിന്റെ മുഹിയുദ്ദീൻ മാല ഉൾപ്പെടെയുള്ള ആത്മീയ സാഹിത്യങ്ങളൊക്കെ പിറവിയെടുക്കുന്നത് വാസ്തവത്തിൽ ഈ അധിനിവേശ ശ്രമങ്ങളെ ചെറുക്കുന്നതിന്റെ ഭാഗമായാണ്. അങ്ങനെ ഈ സാംസ്കാരിക അധിനിവേശത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലവിൽ വന്നതിന് ശേഷം സമസ്തയുടെ നേതൃത്വത്തിലും അതിനു മുമ്പ് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലും ഈ ചെറുത്തുനിൽപ്പ് വളരെ ഫലപ്രദമായി കേരളത്തിൽ നടന്നിട്ടുണ്ട്. വാസ്കോഡി ഗാമ കേരളത്തിൽ വരുന്നത് വാസ്തവത്തിൽ രാഷ്ട്രീയ അധിനിവേശവും കൊണ്ടായിരുന്നില്ല, സാംസ്കാരിക അധിനിവേശമായിരുന്നു. ഇസ്ലാമിനെ സാംസ്കാരികമായി ആശയപരമായി തകർക്കുക എന്ന ലക്ഷ്യമായിരുന്നു വാസ്കോഡി ഗാമക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളും കുഞ്ഞാലി മരക്കാർ സഹോദരങ്ങളുമൊക്കെ അത്രയും വലിയ യുദ്ധ പോരാട്ടങ്ങൾക്ക് 300-ലധികം വരുന്ന യുദ്ധങ്ങൾ ഈ വിഷയത്തിൽ വാസ്കോഡി ഗാമയും അതേപോലെ അധിനിവേശ ശക്തികളുമായി മുസ്ലിമീങ്ങൾ അന്ന് നടത്തിയത് ഈ സാംസ്കാരിക അധിനിവേശത്തിന്റെ പേരിലായിരുന്നു. രാഷ്ട്രീയ അധിനിവേശം ഉണ്ടെങ്കിലും അതിന്റെ അടിത്തറയായി കണ്ടിരുന്നത് സാംസ്കാരിക അധിനിവേശമാണ്. രാഷ്ട്രീയ അധിനിവേശത്തെക്കാൾ മുസ്ലിമീങ്ങൾ ഭയപ്പെട്ടതും സാംസ്കാരിക അധിനിവേശത്തെയായിരുന്നു. ഈ ശ്രമങ്ങളെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അന്ന് സൈനുദ്ദീൻ മഖ്ദൂമിന്റെയും മഖ്ദൂം പണ്ഡിതന്മാരുടെയും ഖാലി മുഹമ്മദിന്റെയും അതേപോലെ കോഴിക്കോട്ടെ മറ്റു ഖാലിമാരുടെയും നേതൃത്വത്തിൽ ആ കാലങ്ങളിൽ സാംസ്കാരിക അധിനിവേശങ്ങളെ ഫലപ്രദമായി ചെറുത്തു തോൽപ്പിച്ചത് നമുക്കറിയാം. അതിനുശേഷം പിന്നീട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വന്നപ്പോൾ ആ പണ്ഡിത സംഘടനയും ഒന്നാമതായി ശ്രമിച്ചത് സാംസ്കാരിക അധിനിവേശങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയാണ്. രണ്ടാമതായി രാഷ്ട്രീയ അധിനിവേശങ്ങൾ. അത് രണ്ട് വിഷയങ്ങളാണ്. അതിലേക്ക് വിശദമായി ഇപ്പോൾ പോകേണ്ടതില്ല. ഇവിടെ ഇപ്പോൾ പരാമർശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രണ്ടാമത്തേതാണ്. അതായത് മുസ്ലിമീങ്ങളുടെ ആദർശം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഫലപ്രദമായി സംരക്ഷിച്ചു എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മുസ്ലിമീങ്ങളെ തീവ്രവാദ ഭീകരവാദ പ്രവണതകളിൽ നിന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സംരക്ഷിച്ചു. കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നതിന്റെ ഫലമാണ് ഇന്നത്തെ കാശ്മീർ. ഇന്നത്തെ കാശ്മീരിനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് 1921 കാലത്തുള്ള നമ്മുടെ മലബാറിനെ, അല്ലെങ്കിൽ നമ്മുടെ ഈ മലപ്പുറം ഒക്കെ ഉൾക്കൊള്ളുന്ന നമ്മുടെ മലബാറിന്റെ ചരിത്രം വായിച്ചാൽ ഇന്നത്തെ കാശ്മീരിന്റെ ചിത്രം നമുക്ക് മനസ്സിലാവും. അന്ന് മലബാറിൽ എന്താണോ സംഭവിച്ചത് അതാണ് വാസ്തവത്തിൽ കാശ്മീരിലും സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ കാശ്മീരിൽ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അന്ന് നേതൃത്വം നൽകിയത് ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. ഈ കാശ്മീരിലുള്ള ഈ പ്രവർത്തനങ്ങളും മലബാറിലുള്ള പ്രവർത്തനങ്ങളും വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നത് ഇന്ത്യയുടെ സൈന്യത്തിനെതിരെയാണ്. ഇന്ത്യയുടെ സൈന്യത്തിനെതിരെ, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിനെതിരെ, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനക്കെതിരെയുള്ള പോരാട്ടമാണ് കാശ്മീരിൽ നടന്നത്. അതേസമയത്ത് മലബാറിലും അതേപോലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള മറ്റ് പോരാട്ടങ്ങളുമൊക്കെ അധിനിവേശ ശക്തികൾക്കെതിരെയായിരുന്നു. അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടവും രാജ്യത്തിന്റെ ഭരണകൂടത്തിനും രാജ്യത്തിന്റെ ഭരണഘടനക്കും എതിരെയുള്ള പോരാട്ടങ്ങളും അത് രണ്ടാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വർഷങ്ങൾക്ക് മുമ്പ് പേരെടുത്തുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ മർക്കസ് സമ്മേളനത്തിൽ പ്രസ്താവിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാശ്മീർ കത്തിയെരിയുന്ന സമയമാണ്. ആ കത്തിയെരിയുന്ന കാശ്മീരിനെ ചൂണ്ടി കാശ്മീരിന്റെ ഈ ദുരന്തത്തിന് കാരണം ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് അന്ന്
സുൽത്താനുൽ ഉലമ പ്രസ്താവന പുറപ്പെടുവിച്ചു. വാസ്തവത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും നമ്മുടെ പ്രസ്ഥാനവും അത് സ്വീകരിക്കുന്ന നയനിലപാടുകൾ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും അതേപോലെ സലഫി ധാരയിലുള്ള മറ്റു പല സംഘടനകളും മറ്റു പല മൂവ്മെന്റുകളും കേരളത്തിലും ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലും ലോകത്ത് തന്നെയും മുസ്ലിം ചെറുപ്പക്കാരിൽ തീവ്രവാദ മനോഭാവം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അന്നും ഇന്നും ഒരേ നിലപാട്. ഉമ്മത്തിന്റെ വിഷയങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി ഇടപെടേണ്ടതില്ല എന്ന് തുറന്നു പറയാൻ ധൈര്യം കാണിച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പോഷക ഘടകങ്ങളായ മറ്റെല്ലാ സംവിധാനങ്ങളും. അതുകൊണ്ട് സമസ്ത കേരളത്തിൽ നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ രണ്ടാമത്തേത് കേരളത്തിൽ ഇന്ന് കാണുന്ന മതസൗഹാർദ്ദവും സാമുദായിക ഐക്യവും നിലനിർത്തുന്നതിന് വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആവുന്നതെല്ലാം ചെയ്തു. 100 കൊല്ലം മുമ്പ് നിലവിൽ വന്ന ഈ പ്രസ്ഥാനത്തിന്റെ അതത് സന്ദർഭങ്ങളിലുള്ള ഇടപെടലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ മുസ്ലിമീങ്ങൾ കാശ്മീരിലെ മുസ്ലിമീങ്ങളെ പോലെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളിലെ ഒരു വിഭാഗത്തെ പോലെ തീവ്രവാദത്തിലേക്കും വർഗീയതയിലേക്കും ഭീകരവാദത്തിലേക്കുമൊക്കെ എടുത്തെറിയപ്പെടുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോ നമ്മുടെ കേരളത്തിൽ നിന്ന് 100ഓളം ചെറുപ്പക്കാര് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് പോയി എന്നാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ആ ആഭ്യന്തര വകുപ്പിന്റെ തന്നെ പ്രസ്താവനയിൽ പറയുന്നത് ഈ 100ഓളം ചെറുപ്പക്കാരും സലഫി ധാരയിലുള്ള ചെറുപ്പക്കാരാണ്. അഹ്ലുസുന്നയുടെ സാംസ്കാരിക ധാരയിലുള്ള ഒരു ചെറുപ്പക്കാരൻ പോലും, ഒരു യുവാവ് പോലും തീവ്രവാദത്തിലേക്കോ ഭീകരവാദത്തിലേക്കോ വഴിമാറിയിട്ടില്ല, ആകർഷിക്കപ്പെട്ടിട്ടില്ല എന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് തന്നെ ഇറക്കിയ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് 100ഓളം വർഷങ്ങൾ വരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കരുതലിന്റെ അല്ലെങ്കിൽ സമസ്തയുടെ കാവലിന്റെ ഫലമായിട്ടാണ് ബഹുഭൂരിപക്ഷം വരുന്ന അഹ്ലുസുന്നയിലെ ചെറുപ്പക്കാര് തീവ്രവാദത്തിലേക്കോ ഭീകരവാദത്തിലേക്കോ ആകർഷിക്കപ്പെടാതെ പോയത്. ബാബരി മസ്ജിദിന്റെ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലും കേരളത്തിലും അതിവൈകാരികമായ ഒരു സാഹചര്യം നിലനിന്നിരുന്ന സന്ദർഭമാണ് ബാബരി മസ്ജിദിന്റെ തകർച്ചയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് സംഭവ പരമ്പരകളും. ഇതെല്ലാം നമുക്കെല്ലാവർക്കും അറിയാം. ആ ബാബരി മസ്ജിദിന്റെ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് രംഗത്ത് വന്നപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി പദവിയിൽ ഇരുന്നു കൊണ്ട് സുൽത്താനുൽ ഉലമയാണ് ബാബരി മസ്ജിദ് സംരക്ഷിക്കപ്പെടണം, അത് പുനഃസ്ഥാപിക്കപ്പെടണം, അത് മുസ്ലിമീങ്ങളുടേതാണ്, അത് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു ലഭിക്കണം എന്ന് ഉറച്ച സ്വരത്തിൽ പറയുന്നതോടൊപ്പം തന്നെ അതിനുവേണ്ടി റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കുന്ന നിലപാടിലേക്ക് മുസ്ലിമീങ്ങൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു പക്ഷേ കേരളത്തിലും ഇന്ത്യയിലും മുസ്ലിം ചെറുപ്പക്കാരിൽ ഉണ്ടാക്കുമായിരുന്ന അല്ലെങ്കിൽ വളർത്തിയെടുക്കുമായിരുന്ന ഒരു തീവ്രവാദ മനസ്സിനെ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും അതിവൈകാരികതയിലേക്കുമുള്ള ഒഴുക്കിനെ ഒരൊറ്റ പ്രസ്താവന കൊണ്ട് തടുത്തു നിർത്തിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അപ്പോൾ കേരളത്തിലെ മുസ്ലിമീങ്ങളെ സാംസ്കാരിക തനിമയിൽ കൾച്ചറൽ ഇസ്ലാം എന്ന് നാം പറയുന്ന സാംസ്കാരിക ഇസ്ലാം, പാരമ്പര്യ ഇസ്ലാം അല്ലെങ്കിൽ സൂഫികൾ പ്രചരിപ്പിക്കുകയും അവർ നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഇസ്ലാം, ആ ഇസ്ലാമിന്റെ തനത് രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആവത് പണിയെടുത്തു. അതിന്റെ ഫലമാണ് കേരളത്തിലെ ഇന്നത്തെ സമാധാനം. ബസ്സിലും ട്രെയിനിലും പ്ലെയിനിലും നമുക്ക് സമാധാനത്തോടെ യാത്ര ചെയ്യാനും വീടുകളിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാനും നമുക്ക് സാധിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇടപെടലുകൾ കൊണ്ടും അതിന്റെ മഹനീയമായ സാന്നിധ്യം കൊണ്ടുമാണ് എന്ന് നാം മനസ്സിലാക്കണം. നമുക്ക് ചർച്ചയുടെ അവസാനത്തിലേക്ക് കടക്കാം. വളരെ വിശാലമായി തന്നെ
സമസ്തയുടെ നിലപാടുകളുടെ സൗന്ദര്യത്തെ ഉസ്താദ് അവതരിപ്പിക്കുകയുണ്ടായി. പുതിയ കാലത്ത് വലിയ അസ്തിത്വ പ്രതിസന്ധി ഓരോ മനുഷ്യനും പല രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാനസികവും അതുപോലെ തന്നെ ആദർശപരമായും, അഥവാ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ നിലപാടെടുക്കാൻ കഴിയാത്ത പ്രതിസന്ധിയുടെ ഒരു കാലത്താണ് നമ്മളുള്ളത്. ഒരുതരം ലിക്വിഡ് മോഡേണിറ്റി എന്നൊക്കെ പറയുന്ന തരത്തിൽ എന്തെല്ലാം ഓരോരുത്തരും ഇൻഡിവിജ്വലായി പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കണക്റ്റായി നിൽക്കുക എന്നുള്ളതാണ്, കണക്റ്റായി ചേർന്ന് നിൽക്കുക എന്നതാണ് ഈ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ ചേർന്ന് നിൽക്കുന്നത് നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ച വളരെ സൂഫി മനോഭാവമുള്ള, വളരെ ട്രാൻസ്പെറൻ്റ് ആയ, നിഷ്കളങ്ക ഹൃദയരായ ഉലമാനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥയുടെ 40 ഉലമാക്കൾ കേരളീയ സമൂഹത്തിൽ അവര് ഏറ്റവും മികച്ച മനുഷ്യരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഏറ്റവും നല്ല ഗുരുക്കന്മാരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സംസ്ഥയുടെ ഈ കാലഘട്ടങ്ങളിൽ നേതൃത്വം നൽകിയ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളവറുകൾ, അതുപോലെ MA ഉസ്താദ് അവറുകൾ, അതുപോലെ സാന്ത്വന പ്രവർത്തനങ്ങളും മനുഷ്യന്റെ മനസ്സിനെ ചേർത്തുപിടിക്കുകയും ചെയ്തുകൊണ്ട് കണ്ണീരൊപ്പി ഏറ്റവും മനോഹരമായ സംസ്ഥയുടെ ധർമ്മങ്ങൾ അടിത്തട്ടിൽ സ്ഥാപിച്ച കുണ്ടൂർ ഉസ്താദ് അടക്കമുള്ള ആളുകൾ, ഇവരൊക്കെ ഇവിടെ സമഗ്രമായി ഈ സമൂഹത്തിന് സമസ്തയുടെ ഈ ഒരു തെളിഞ്ഞ ഇടപെടലുകളെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സുൽത്താനുൽ ഉലമ ഉസ്താദ് അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരുപാട് ഉലമാക്കളോട് വളരെ അടുത്ത് ഇടപെടുകയും ഇപ്പോഴും ഇടപഴകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന, പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉസ്താദുമാരുടെ ഇന്റർവ്യൂസ് ഒക്കെ വായിച്ചിട്ടുണ്ടാകുക ഒരുപക്ഷെ മലയക്കൽ ഉസ്താദിന്റെ ആയിരിക്കും. അപ്പോൾ ഇത്രയും അടുത്ത് ഇടപഴകുന്ന സമയത്ത് ഉസ്താദിന് ഈ ഉലമായിനെ കുറിച്ച്, അവരുടെ ആ വ്യക്തിപ്രഭാവത്തെ കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് പറയാനുള്ളത്? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃനിരയിൽ പഴയകാലം മുതൽ ഇപ്പോൾ വർത്തമാനകാലത്ത് വരെ നിലനിൽക്കുന്ന ഉലമാക്കളിൽ പ്രധാനികളെല്ലാം അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാന്മാരാണ്. ഔലിയാക്കൾ, ആത്മീയ പുരുഷന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ വിഭാഗത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി ഖുർആൻ പറയുന്നത് ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ എന്നാണ്. തഖ്വ ഉള്ളവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ. തഖ്വ എന്ന് പറയുന്നത് ഇംതിസാലു അവാമിരില്ലാഹി വജിത്തിനാബു നവാഹിഹി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ നിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഹറാമായ കാര്യങ്ങൾ നിഷിദ്ധങ്ങളാണ്. കറാഹത്ത് നിഷിദ്ധം എന്നതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. നിർവചനത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഖിലാഫുൽ ഔല അതും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ ഹറാമാവട്ടെ, കറാഹത്താവട്ടെ, ഖിലാഫുൽ ഔലയാവട്ടെ എന്ന വ്യത്യാസമില്ലാതെ സൂക്ഷ്മത പുലർത്തുന്ന ആളുകൾ. നമുക്ക് തുപ്പാൻ തുനിയുമ്പോൾ എങ്ങോട്ടും തുപ്പാം, പക്ഷേ വലത്തെ ഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല, മുൻഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല. ഇത് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഒരു ഏറ്റവും ചെറിയ ലളിതമായ ഒരു കാര്യമാണ്. പക്ഷെ ആ ലളിതമായ കാര്യങ്ങളിൽ പോലും സൂക്ഷ്മത പുലർത്തുന്ന ആളുകൾ അവരാണ് ഔലിയാക്കൾ. അതേപോലെ നിർബന്ധമായ കാര്യങ്ങൾ, ഐച്ഛികമായ സുന്നത്തായ കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ സുന്നത്തല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നതിന് പകരം അത് സുന്നത്തുണ്ടല്ലോ എന്ന് വിചാരിച്ച് അത് ചെയ്യാൻ ശ്രമിക്കുന്നവർ. ബഹുമാനപ്പെട്ട മർഹൂം നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ, കേരളത്തിലെ അഹ്ലുസുന്നത്തിന്റെ ആദർശ വീര്യം പകർന്ന നേതാവ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന EK ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു. പുതിയ തലമുറ ഹസൻ മുസ്ലിയാരുടെ ചരിത്രം വായിച്ച് പഠിക്കണം. ഹസൻ മുസ്ലിയാർ എല്ലാ രംഗത്തും മാതൃകയായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ വിശദമായി പറയേണ്ടതാണ്. പക്ഷേ ഹസൻ മുസ്ലിയാർ ആ കാലഘട്ടങ്ങളിൽ
ധാരാളം പ്രഭാഷണങ്ങൾക്ക് വേണ്ടി പോകുന്ന ആളാണ്. എല്ലാ ദിവസവും പ്രസംഗമാണ്. പ്രസംഗമാകുമ്പോൾ ഇന്ന് നമ്മുടെ പ്രസംഗകര് എന്ന് പറയുമ്പോൾ അവർ കാറിന് വരും, അതേ കാറിൽ തന്നെ തിരിച്ചു പോകും. ഇന്ന് നമ്മുടെ ഒരു വളർച്ച അങ്ങനെയാണ്, ഇന്നത്തെ കാലം അങ്ങനെയാണ്. പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്ന് ഈ പ്രസംഗത്തിന് വരുന്നത് ബസ്സിന് വരണം. ബസ്സിന് വരുന്ന ആള് പ്രസംഗം കഴിഞ്ഞ് 12 മണി അല്ലെങ്കിൽ 1 മണി സമയത്ത് പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് പലപ്പോഴും ലോറിക്കായിരിക്കും. ലോറി, ചരക്ക് ലോറികൾക്ക് കൈ നീട്ടി, കാരണം രാത്രി ബസ് കിട്ടുന്ന കാലം അല്ല. അതുകൊണ്ട് ചരക്ക് ലോറികൾക്ക് കൈ നീട്ടി ആ ചരക്ക് ലോറിയിൽ കയറി എവിടെയെങ്കിലും ഇറങ്ങി പിന്നെ അവിടെ നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്ന് അങ്ങനെയൊക്കെയാണ് എത്തുക. ഹസൻ മുസ്ലിയാരുടെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ വരുന്ന സമയത്ത് വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ടാവും. ശാരീരികമായി ക്ഷീണിച്ച്, മനസ്സും ക്ഷീണിച്ച് ആകെ അവശനായിട്ടുണ്ടാവും. ഒന്ന് കിടക്കണമെന്നാണ് തോന്നുക. അത്തരം ഒരു സാഹചര്യത്തിൽ സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ ഒഴിവാക്കി പോയാലോ, ഫർള് മാത്രം നിസ്കരിച്ച് ഖബ്ലിയും ബഅദിയുമായ ഫർളിന്റെ ശേഷവും മുമ്പുമുള്ള റവാത്തിബ് സുന്നത്തുകൾ, അതേപോലെ വിത്ർ നിസ്കാരം, ഇതൊക്കെ ഒഴിവാക്കി പോയാലോ ക്ഷീണം കൊണ്ട് എന്ന് ഭയപ്പെട്ടിട്ട് ഹസൻ മുസ്ലിയാർ ആ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നേർച്ചയാക്കുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. അപ്പൊ ഇശാ നിസ്കാരത്തിന്റെ മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് നേർച്ചയാക്കുക, ഇശന്റെ ശേഷമുള്ളത് നേർച്ചയാക്കുക, വിത്ർ നിസ്കാരം നേർച്ചയാക്കുക. നേർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നെ സുന്നത്തല്ല, പിന്നെ നിർബന്ധമായല്ലോ. അപ്പൊ നിർബന്ധം ഏതായാലും ചെയ്യുമല്ലോ. അങ്ങനെ അത് ചെയ്യാതെ പോകാതിരിക്കാൻ വേണ്ടി, വിട്ടുപോകാതിരിക്കാൻ വേണ്ടി നേർച്ചയാക്കിക്കൊണ്ട് അത് തന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ തന്റെ ഉത്തരവാദിത്വത്തിലേക്ക് അടിച്ചേൽപ്പിച്ചിരുന്ന ഒരു സ്വഭാവം വരെ ഈ സുന്നത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഹസൻ മുസ്ലിയാർ ചെയ്തിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വായിക്കാം. ഇങ്ങനെ ഒരു ഹസൻ മുസ്ലിയാർ മാത്രമല്ല, ഇങ്ങനെ ധാരാളം ആളുകൾ. ഇപ്പോ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇന്നത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ, എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. ബഹുമാനപ്പെട്ടവരുമായി ഒരു വിഷയം സംസാരിച്ച് ഞങ്ങൾ ആ സംസാരം കഴിഞ്ഞ് പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുറെ ആളുകൾ ഉണ്ട്. ഞങ്ങൾ ഈ സംസാരം കഴിഞ്ഞ് എത്തിയപ്പോഴേക്ക് ഭക്ഷണം കുറച്ച് അങ്ങോട്ട് ആൾക്കാർ കഴിച്ച് ഒക്കെ സമയം ആയിട്ടുണ്ട്. അപ്പൊ ഉസ്താദ് വന്നപ്പോ ആളുകൾ ഒരു മേശയൊരുക്കി. ഉസ്താദും ഞാനും ഉൾപ്പെടെയുള്ള കുറച്ചാളുകൾ ആ മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുകയാണ്. ഈ സമയത്ത് ഏതൊരു സൽക്കാര പന്തലിലും നമ്മൾ കാണുന്നതാണ്, പ്രത്യേകിച്ച് ഉലമാക്കളും അങ്ങനെയുള്ള ആളുകളുമൊക്കെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്താകുമ്പോൾ അവിടെ സപ്ലയർമാരായിട്ട്, വിതരണക്കാരായിട്ട് ഉണ്ടാവുക മുത്തഅല്ലിമീങ്ങൾ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ആലിമീങ്ങളായിരിക്കും. ആലിമീങ്ങളോ മുത്തഅല്ലിമീങ്ങളോ ആയ ആളുകളാണ് ഉസ്താദുമാർക്ക് ഭക്ഷണമൊക്കെ അവരുടെ പാത്രത്തിലേക്ക് സപ്ലൈ ചെയ്യുക. അങ്ങനെ ഒരു ഉസ്താദ് ഈ ഡൈനിങ് ഹാളിൽ നിന്ന് ഓടി വന്ന് അദ്ദേഹം ഉസ്താദ് ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുന്നു എന്ന് കാണുമ്പോ ഉസ്താദിന് ചപ്പാത്തിയോ പിന്നെ മറ്റെന്തോ ഒരു പലഹാരമോ കൈകൊണ്ട് എടുത്തിട്ട് ഉസ്താദിന്റെ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഞാനിത് നോക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾ കൈ കഴുകിയിട്ടുണ്ടോ? ഞങ്ങളിപ്പോ ഇവിടെ ഭക്ഷണത്തിന് വേണ്ടി വന്നിരുന്നത് കൈ കഴുകിക്കൊണ്ടാണ്, കൈ കഴുകിയാണ് ഭക്ഷണത്തിന് വന്നിരുന്നത്. നിങ്ങൾ ഈ ഭക്ഷണം എടുത്ത് പ്ലേറ്റിലേക്ക് ഇടുമ്പോൾ കൈ കഴുകിയാണോ വന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഈ മനുഷ്യൻ അവിടെ നിന്ന് ഉരുകുകയാണ്. കാരണം ഈ സപ്ലൈമാരും കൈ കഴുകാറില്ലല്ലോ. ഓലെ എവിടുന്നാ വരുന്നത് വെച്ചാൽ ആ നേരെ വന്നിട്ട് നേരെ പിന്നെ പന്തലിലേക്ക് വരിക നേരെ. അപ്പൊ ഭക്ഷണം കഴിക്കുന്നവർക്ക് മാത്രമേ കൈ കഴുകൽ സുന്നത്തുള്ളൂ, ആ ഭക്ഷണം സപ്ലൈ ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു സുന്നത്തില്ല എന്നൊരു പൊതുവായ ധാരണ ഉള്ളതുപോലെയാണ് അപ്പൊ നമ്മളൊക്കെ പെരുമാറാറുള്ളത്. പക്ഷെ ഉസ്താദ് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ കൈ കഴുകിയിട്ടുണ്ടോ? നോക്കുമ്പോൾ അയാൾ കൈ കഴുകിയിട്ടില്ല. അപ്പൊ ഭക്ഷണം തൊടുന്ന ആൾക്ക് കൈ കഴുകൽ സുന്നത്താണ്, ഭക്ഷണം എടുക്കുന്ന ആൾക്ക്, കഴിക്കുന്ന ആളുകൾക്ക് കൈ കഴുകൽ സുന്നത്തുള്ളതുപോലെ തന്നെ ആ ഭക്ഷണം പെരുമാറുന്ന ആളുകൾക്കും കൈ കഴുകൽ സുന്നത്താണ്. ഇവിടെ നിങ്ങൾ നോക്കണം, നമ്മളെല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ചെറിയ സുന്നത്ത് പോലും
സമസ്തയുടെ ഉലമാക്കൾ അല്ലെങ്കിൽ ആ വിധാനത്തിലുള്ള ഉലമാക്കൾ വിട്ടുപോകുന്നില്ല. ഇങ്ങനെ എല്ലാ സുന്നത്തുകളെയും സൂക്ഷിക്കുകയും എല്ലാ കറാഹത്തുകളെയും ഒഴിവാക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ച് തന്നെയാണ് ഖുർആൻ എന്ത് വിളിക്കുന്നത്? ഔലിയാക്കൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ എന്നൊക്കെ വിളിക്കുന്നത്. അവ സമസ്തയുടെ 100 കൊല്ലത്തെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ ഒന്നാമത്തെ തട്ട് മുതൽ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മുതൽ ഇങ്ങോട്ട് പരിശോധിച്ച് താജുൽ ഉലമ വരെ ആ ചരിത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ, ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സുൽത്താനുൽ ഉലമയോടൊപ്പം 2 കേരള യാത്രകളിൽ പൂർണ്ണമായും ഉസ്താദിന്റെ കാറിൽ തന്നെ സഞ്ചരിച്ച ആളാണ് ഞാൻ. 1ഉം 2ഉം കേരള യാത്രകളിൽ ഉസ്താദിന്റെ കാറിൽ തന്നെ എല്ലാ ദിവസവും എല്ലാ സന്ദർഭവും ഒപ്പമുണ്ടായിരുന്ന യാത്ര ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. 3ാമത്തെ കേരള യാത്രയിൽ ഉസ്താദിന്റെ ആരോഗ്യകരമായ ചില പ്രയാസങ്ങൾ കാരണം പൂർണ്ണമായും ഉസ്താദ് ഉണ്ടായിട്ടില്ലല്ലോ. ചില സ്റ്റേജുകളിലേക്ക് എത്തുന്ന രീതിയാണ് സ്വീകരിച്ചിരുന്നത്. അതൊഴിച്ചാൽ ബാക്കി 2 കേരള യാത്രയിലും ഉസ്താദിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ ഒരു കേരള യാത്രയിൽ ഒരു സമാപന സമ്മേളനം, ഏറ്റവും അവസാനം നടക്കുന്ന ഒരു സ്വീകരണ സമ്മേളനം കഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞ് പിരിഞ്ഞു പോന്ന് നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ ഏറെക്കുറെ 1 മണി അല്ലെങ്കിൽ 2 മണി ഒക്കെ സമയമാകും. അങ്ങനെ ഞങ്ങൾ 2 മണിക്ക് കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളൊക്കെ ഉസ്താദിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ആ കാലത്ത് വീടുകളിലൊന്നും അങ്ങനെ സൗകര്യങ്ങളില്ലാത്ത കാലമാണ്. അങ്ങനെ വരുമ്പോൾ ഉസ്താദ് കിടക്കുന്ന റൂമിൽ തന്നെ കട്ടിലിന്റെ ചോട്ടിലും ഇടത്തും വലത്തും ഒക്കെ ആയിട്ട് ഞങ്ങളും കിടക്കും. ഉസ്താദിന്റെ ഖാദിമീങ്ങളായ കുട്ടികൾ, ഞാനുണ്ടാവും, ചിലപ്പോൾ ഡ്രൈവർ ഉണ്ടാവും. അങ്ങനെ എല്ലാവരും ഒരു റൂമിലാണ് കിടക്കുക. അങ്ങനെ കിടക്കുമ്പോ ഈ റൂമിൽ ഒരാൾക്ക് സ്വതന്ത്രമായി നടന്നു പോകാനുള്ള ഇടം പിന്നെ ഉണ്ടാവില്ല. കുറെ ആൾക്കാരുടെ കാലും തലയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടാണ് കിടത്തം. ഉസ്താദ് കട്ടിലിന്റെ മുകളിലും കിടക്കും. ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എത്രയോ സന്ദർഭങ്ങളിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ സുബഹി നിസ്കാരത്തിന്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും എത്ര വൈകി ഉറങ്ങിയാലും 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉണരും. ആരും വിളിച്ചുണർത്തുന്നതല്ല, ഉസ്താദ് ഉണരും. അങ്ങനെ ഉണരുമ്പോൾ ഉസ്താദ് വിചാരിക്കുന്നത് എല്ലാവരും ഉറങ്ങുകയാണ് എന്നാണല്ലോ സ്വാഭാവികമായും വിചാരിക്കുക. പക്ഷേ ഞാൻ പല സന്ദർഭങ്ങളിലും ഉസ്താദിന്റെ വ്യക്തി ജീവിതത്തെ പഠിക്കുന്നതിന്റെ ഭാഗമായി തന്നെ അങ്ങനെ ഉറക്കം മനഃപൂർവ്വം ഒഴിവാക്കി ഉസ്താദിനെ നിരീക്ഷിച്ചിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം ഉസ്താദ് വിചാരിക്കുന്നത് എല്ലാവരും ഉറങ്ങുകയാണ്, അവരെ ശല്യപ്പെടുത്താതെ ബാത്റൂമിൽ പോകണം, ബാത്റൂമിൽ പോയി വുളു എടുത്ത് വന്ന് തഹജ്ജുദ് നിസ്കരിക്കണം. ആ തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ ഒരാൾക്ക് നിസ്കരിക്കാനുള്ള ഒരു ഇടം അവിടെ കിട്ടണം. 1. രണ്ടാമത്തത്, ഈ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ആരുടെയും കാലിലും കയ്യിലും ചവിട്ടാതെ പോകണം. ലൈറ്റ് ഇടാൻ വയ്യ, ലൈറ്റ് ഇട്ടാൽ എല്ലാവരും ഉണരുമെന്നാണ് ഉസ്താദിന്റെ വിചാരം. അങ്ങനെയാണ് ഭയം. അപ്പൊ ആരെയും ശല്യപ്പെടുത്തരുത്. ഈ ചോദ്യം എന്നോട് ചോദിക്കേണ്ടതില്ലായിരുന്നു എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. കാരണം ഞാനിതിലേക്ക് അങ്ങോട്ട് കടന്നാൽ എനിക്ക് താജുൽ ഉലമ തൊട്ട് ഇന്ന് വർത്തമാനകാലത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകുന്ന ഒരുവിധം പണ്ഡിതന്മാരുമായൊക്കെ അടുത്ത ബന്ധമുണ്ട്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ, സുൽത്താനുൽ ഉലമ, റഈസുൽ ഉലമ, അതേപോലെ ഏറെക്കുറെ ബഹുമാനപ്പെട്ട മുഹയ്യിസുന്ന, അങ്ങനെ തുടങ്ങിയ എല്ലാ പണ്ഡിതന്മാരുമായും ഒരുപാട് കാലം, ഒരുപാട് സമയം, ഒരുപാട് കാര്യങ്ങളിൽ ഇടപഴകുന്ന ആള് എന്ന നിലക്ക് എനിക്ക് അവരുടെ കഥ ഇങ്ങനെ പറയാൻ സമയം തന്നാൽ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത് നീണ്ടുപോകും. ഏതായിരുന്നാലും ഇപ്പൊ ഈ പറഞ്ഞ കാര്യം, ഞാൻ സൂചിപ്പിച്ച കാര്യം, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ, നേരത്തെ ഇ കെ ഹസൻ മുസ്ലിയാരുടെ ചരിത്രം ഞാൻ പറഞ്ഞല്ലോ, അതിന് സമാനമായ ഒന്നാണ്. രാത്രി എത്ര വൈകി ഉറങ്ങിയാലും എത്ര ക്ഷീണം ഉണ്ടെങ്കിലും, പ്രായവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മളും ഉസ്താദും തമ്മിൽ പ്രായം കൊണ്ട് വലിയ വ്യത്യാസമുണ്ട്. എന്നാലും നമ്മള് കുറച്ച് വൈകി ഉറങ്ങിയ സുബഹിക്ക് മുമ്പൊക്കെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പ്രയാസമാണ്. അതേസമയത്ത് ഉസ്താദ് ആ സമയത്ത് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് നമ്മുടെ ഈ കിടക്കുന്ന ആളുകളുടെ കാലിലും കയ്യിലും ഒന്നും തട്ടാതെ ബാത്റൂമിലേക്ക് പോയി അവിടെ നിന്ന് ഒളു ഉണ്ടാക്കി വന്ന്
പിന്നെ നേരത്തെ വിരിച്ചു വെച്ച ഒരു മുസല്ല, അത് വീട്ടുകാരനോട് നേരത്തെ ഏത് വീട്ടിൽ ചെന്നാലും ഒരു റൂമിലേക്ക് കയറിയാൽ ഉസ്താദ് ആദ്യം ചോദിക്കുന്നത് ഖിബില എങ്ങോട്ടാണ് എന്നാണ്. ആ ഖിബില എങ്ങോട്ടാണെന്ന് വീട്ടുകാരൻ പറഞ്ഞു കൊടുത്താൽ അവിടെ ഒരു മുസല്ല വിരിക്കാൻ വേണ്ടി പറയും. ആ മുസല്ല അവിടെ വിരിച്ചു കഴിഞ്ഞാൽ അത് രാത്രി ഉപയോഗിക്കാനുള്ളതാണ്. അപ്പൊ രാത്രി തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ മുസല്ലയിലിരുന്ന് നിസ്കരിച്ച് പിന്നെ ബാക്കിയുള്ള ഒരു സമയമുണ്ട്. അപ്പോഴൊന്നും റൂമിൽ ലൈറ്റ് ഇല്ല, ഞങ്ങളൊക്കെ ഉറങ്ങുകയാണ്, റൂമിൽ ആ സമയത്തൊന്നും ലൈറ്റ് ഇല്ല. അങ്ങനെ ആ ഇരുട്ടത്ത് ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ചൊല്ലുന്ന ദുആ, അതേപോലെ തന്നെ സ്വലാത്ത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമക്കൊരു ദുആ ഉണ്ട്. ആ ദുആ അറബിയിൽ കുറെ ദുആർക്കും അതിനുശേഷം പിന്നീട് ആരും കാണാത്ത, ആരും ശ്രദ്ധിക്കാത്ത, ഒരാളുമില്ലാത്ത ആ ഇരുട്ടിലിരുന്നു കൊണ്ട് ഉസ്താദ് ദുആ ചെയ്യുന്നത് പ്രധാനമായ ഒരു ദുആ. പല ദുആകളുമുണ്ട്, അതിൽ പ്രധാനപ്പെട്ട ഒരു ദുആ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും SYSന്റെയും SSFന്റെയും എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്റെ ഭാഷയാണ്. ഉസ്താദ് പറയല് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെന്നാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ നീ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണം, അവർക്ക് ഐശ്വര്യം കൊടുക്കണം, അവർക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കണം, അവർക്ക് ആദർശബോധം ഉണ്ടാക്കി കൊടുക്കണം, ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്ന്, സിഹറിൽ നിന്ന്, ഹസദിൽ നിന്ന് അവരെ സലാമത്താക്കണം എന്ന് പറഞ്ഞ് ഉസ്താദിൻ്റെതായ ഒരു രീതിയുണ്ട്. ആ രീതിയിൽ ഉസ്താദ് ദുആ ചെയ്യും. അത് കേട്ട് ഞാൻ പലപ്പോഴും കിടക്കുന്ന സ്ഥലത്ത് നിന്ന് കരഞ്ഞു പോയിട്ടുണ്ട്. ഉസ്താദിന് ഉറപ്പാണ് ഞങ്ങൾ ആരും ഇത് കേൾക്കുന്നില്ല, ഞങ്ങൾ ആരും ഉണർന്നിട്ടില്ല, ഞങ്ങളെല്ലാവരും നല്ല ഉറക്കിലാണ് എന്ന് ഉസ്താദിന് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യമുള്ള ഉസ്താദ് ആ ഇരുട്ടത്തിരുന്നു കൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർക്ക് വേണ്ടി അവരുടെ അസാന്നിധ്യത്തിൽ ഉസ്താദ് കരഞ്ഞ് ദുആ ചെയ്യും. ഒരു പക്ഷെ ആ ദുആന്റെ ഒക്കെ ഫലമായിരിക്കാം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഈ ഇസ്സത്തും അതിന്റെ നിലനിൽപ്പും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം കേരളത്തിൽ ആരും വിജയിച്ചിട്ടില്ലാത്ത ഒന്നിലധികം ശക്തികളോട് പോരടിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രസ്ഥാനം വിജയിച്ചു വന്നത്. ആ ശക്തികളോട് പോരടിച്ച് ഇന്ന് വരെ ആരും വിജയിച്ചിട്ടില്ല. അങ്ങനെ വിജയിക്കാത്ത ഒന്നിലധികം ശക്തികളുമായി പോരടിച്ചാണ് നമ്മുടെ പ്രസ്ഥാനം ഇവിടെ നിലനിന്നതും വളർന്നു വന്നതും. അതെല്ലാം ഈ ഉലമാക്കളുടെ ഇഖ്ലാസ്, അവരുടെ നിഷ്കളങ്കത, അവരുടെ ആദർശബോധം, അവരുടെ ഈമാൻ, അവരുടെ തഖ്വ, അതിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സമസ്തയുടെ ഉലമാക്കള് ഇൻഷാ അല്ലാഹ് നിങ്ങൾ അവരുടെ ചരിത്രമൊക്കെ വായിച്ചു പഠിക്കണം. EK ഹസൻ മുസ്ലിയാരുടെ ചരിത്രം വാങ്ങാൻ കിട്ടും. അതേപോലെ താജുൽ ഉലമയുടെ ചരിത്രം നമുക്ക് ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന് ശേഷമാണെങ്കിലും നമ്മുടെ റീഡ് പ്രസ് കനപ്പെട്ട ഗ്രന്ഥം തന്നെ IPB വിതരണം ചെയ്യുന്ന പുസ്തകമുണ്ട് താജുൽ ഉലമ. ആ പുസ്തകം വായിക്കണം. അതേപോലെ ഓ ഖാലിദിന്റെ സ്മരണിക, ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ഇത്രയും പതിപ്പുകൾ പുറത്തിറങ്ങുകയും ഇത്രയധികം വായിക്കപ്പെടുകയും ചെയ്ത മറ്റൊരു പുസ്തകം, ഇങ്ങനെ ഒരു അനുസ്മരണ ഗ്രന്ഥം വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ആ രൂപത്തിൽ വായിക്കപ്പെട്ട പുസ്തകമാണ് ഓ ഖാലിദിന്റെ സ്മരണിക. ഇതൊക്കെ SSFന്റെ വളർന്നു വരുന്ന പ്രവർത്തകന്മാര് വായിക്കണം എന്ന് മാത്രം, നമ്മുടെ ഉലമാക്കളുടെ ചരിത്രം വായിച്ച് പഠിക്കാൻ ശ്രമിക്കണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുന്നു. ഇപ്പോൾ ഹൃദയത്തിൽ ഒരു ചേർത്തുപിടിക്കലിന്റെ ഊഷ്മളത നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആർദ്രമായൊരു തണല് നമുക്ക് ചുറ്റും ഇങ്ങനെ വടവൃക്ഷം പോലെ പടരുന്നുണ്ടെങ്കിൽ, അതാണ് സമസ്ത. നമ്മളെ കൈപിടിക്കുന്ന, നമ്മളെ കാലത്തോടൊപ്പം സഞ്ചരിപ്പിക്കുന്ന, നമ്മളിൽ സംഭവിക്കാവുന്ന സർവസ്ഖലിതങ്ങളിൽ നിന്നും നമ്മളെ ആദർശപരമായി പ്രതിരോധശേഷിയുള്ളവരാക്കി മാറ്റുന്ന ഉലമ ആണ് ഈ കാലഘട്ടത്തിലെ സാമൂഹിക നവോത്ഥാനത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. ആ ഉലമ എല്ലാ മനുഷ്യരോടും ഏറ്റവും കാരുണ്യമുള്ളവരായി പ്രവർത്തിച്ചു. 20,000-ലധികം യതീമുകളെ സമൂഹത്തിന്റെ ഉയരങ്ങളിലെത്തിച്ചു. ഒരുപാട് അധസ്ഥിതരായി ജീവിക്കേണ്ടിയിരുന്ന മനുഷ്യരെ വലിയ ഉന്നതികളിലേക്ക് എത്തിച്ച് അവർക്ക് വലിയ ആത്മവിശ്വാസം പകർന്നു.
വിജ്ഞാനത്തിന്റെ വിവിധ അവസരങ്ങൾ സൃഷ്ടിച്ചു. ആദർശപരമായി അതുപോലെ സാംസ്കാരിക അധിനിവേശത്തിൽ നിന്ന് വലിയ മതിലുകൾ പണിത് നമ്മളെ സംരക്ഷിച്ചു. ഇങ്ങനെ എന്തെല്ലാമാണോ ഒരു സമൂഹത്തിന്റെ മുന്നേറ്റത്തിന് ഉണ്ടാവേണ്ടത് എന്ന എല്ലാ തലങ്ങളിലൂടെയും സഞ്ചരിച്ച് കൂടുതൽ യുവത്വത്തിലേക്ക് പിന്നെയും നമ്മുടെ സമസ്ത സഞ്ചരിക്കുന്നു. അതിന്റെ ഭാഗമായി കൂടെ വളരെ വിനയത്തോടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ ചർച്ചയ്ക്ക് വളരെ ആഴത്തിൽ ആശയങ്ങൾ പകർന്നുകൊണ്ട് നമ്മൾ അനുഗ്രഹിച്ച ഉസ്താദ് അവർക്ക് അള്ളാഹു ആയുരാരോഗ്യവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഇതോടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.